എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദ ലെജൻഡറി ഇൻവെസ്റ്റർ ആയിട്ടുള്ള വാറൻ ബഫറ്റിനെ പറ്റിയിട്ടാണ്. അദ്ദേഹത്തിന് ഇന്ന് 92 വയസ്സാണുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആസ്തി നെറ്റ്വർത്ത് എത്രയാണെന്നറിയാവോ? $114 ബില്യൺ. അതായത് ഏകദേശം 9 ലക്ഷം കോടി ഇന്ത്യൻ റുപ്പി. അതായത് നമ്മൾ 1 കോടി രൂപ അടങ്ങുന്ന ഒരു ബോക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ബോക്സ് 9 ലക്ഷം പേർക്ക് കൊടുക്കണമെങ്കിൽ എത്രത്തോളം പൈസ വേണ്ടി വരും? അത്രയും പൈസയാണ്, അത്രയും വർത്താണ് ഇന്ന് നമ്മുടെ വാറൻ ബഫറ്റിനുള്ളത്. ലോകത്തിലെ എല്ലാവരും ഇൻസ്പയർ ചെയ്യുന്ന ഒരു മഹത് വ്യക്തിത്വം, അതാണ് അദ്ദേഹം അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ഒരു 14 ഫാക്റ്റുകളാണ്. ഫോബ്സിന്റെ ലോകസമ്പന്നരുടെ പട്ടികയിൽ വാറൻ ബഫറ്റ് ഉള്ളത് 5ാം സ്ഥാനത്താണ് കേട്ടോ. അത്രത്തോളം റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ബഫറ്റ് എന്നുള്ളത്. എന്തായാലും നമ്മുടെ ഫാക്റ്റുകളിലേക്ക് വരാം. ഫാക്ട് നമ്പർ 1, അതായത് നമ്മളൊക്കെ 20, 25, 30 വയസ്സായി തന്നെ മടിയും പിടിച്ച് ജോലിക്കൊന്നും പോകാതെ ഈ വൈറ്റ് കോളർ ജോബ് മാത്രം നോക്കി നിൽക്കുമല്ലേ, എന്നിട്ട് പറയും ജോലിയൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരും അങ്ങനെയല്ല, പക്ഷെ ഒരുപാട് മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ വാറൻ ബഫറ്റ് അങ്ങനെയായിരുന്നില്ല. തൻ്റെ 6ാം വയസ്സ് മുതൽ അദ്ദേഹം പണിയെടുത്ത് സമ്പാദിക്കാൻ തുടങ്ങിയാണ്. 6ാം വയസ്സിൽ ചെയ്ത ജോലി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൻ്റെ മുത്തച്ഛനൊരു കടയുണ്ടായിരുന്നു. ആ കടയിൽ നിന്ന് കൊക്കക്കോളയുടെ ചെറിയ ബോട്ടിൽസ് എടുത്ത് ഹോം ഡെലിവറി നടത്തുന്ന ഒരു ജോലിയായിരുന്നു വാറൻ ബഫറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 6 ബോട്ടിൽ വിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് 5 സെന്റ് കിട്ടിയിരുന്നത്. 5 സെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കറക്റ്റ് റേറ്റ് പറയുകയാണെങ്കിൽ 4 രൂപയാണ്. പക്ഷേ ഇൻഫ്ലേഷനൊക്കെ കണക്കിലെടുത്ത് കഴിഞ്ഞാൽ അന്നത്തെ 4 രൂപ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഏകദേശം 18 രൂപയോളം വരും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇനി തുടർന്നുള്ള കണക്കുകളെല്ലാം പറയുന്നത് ഇന്ത്യൻ റുപ്പിയുടെ കണക്കിലാണ്. ഇന്നത്തെ ഇൻഫ്ലേഷൻ കോമ്പൻസേറ്റ് ചെയ്തുള്ള കണക്കിലാണ് നമ്മൾ പറയാൻ പോകുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും 6ാം വയസ്സ് മുതൽ അദ്ദേഹം സമ്പാദിച്ചു തുടങ്ങുകയാണ്. 6 ബോട്ടിൽ വിൽക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് കിട്ടിയിരുന്നത് 18 രൂപയായിരുന്നു. ഇന്നത്തെ 18 രൂപ കേട്ടോ. അതുപോലെ തന്നെ ഇദ്ദേഹം ഈ ഒരു ചെറിയ സമ്പാദ്യമൊക്കെ വെച്ച് അദ്ദേഹം ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെറിയ പിൻബോൾ മെഷീൻ, ഇങ്ങനെ ഗെയിം കളിക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, അത് ബാർബർ ഷോപ്പിലൊക്കെ കൊണ്ട് വയ്ക്കുകയാണ്. ആദ്യം ഒരു ബാർബർ ഷോപ്പിൽ വെച്ചു. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം, അദ്ദേഹത്തിന് ഒരു സുഹൃത്ത് കൂടെ ഉണ്ടായിരുന്നു. ആ സുഹൃത്തുമായിട്ട് ചേർന്ന ഒരു പാർട്ണർഷിപ്പ് തുടങ്ങിയിട്ട് ഈ പിൻബോൾ മെഷീൻ ബാർബർ ഷോപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ലാഭം സുഹൃത്തിനും തനിക്കും അതുപോലെ തന്നെ ബാർബറിനും ഒരു പങ്ക് കൊടുത്തു. പിന്നെ 2 പിൻബോൾ മെഷീൻ കൂടെ പല ബാർബർ ഷോപ്പുകളിലായിട്ട് വയ്ക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഈ ഒരു ചെറു പ്രായത്തിൽ തന്നെ എല്ലാത്തിൽ നിന്നും കൂടെ നല്ല വരുമാനം ഉണ്ടാക്കുകയാണ്. ഫാക്ട് നമ്പർ 2, ബഫറ്റ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത്, ആദ്യമായിട്ട് ഷെയറുകൾ മേടിക്കുന്നത് തന്റെ 11ാമത്തെ വയസ്സിലാണ്. അദ്ദേഹത്തിന് ഇത്രയും കാലം കൂട്ടി വെച്ച സ്വരൂപിച്ച പൈസ ഉണ്ടല്ലോ, അതുകൊണ്ട് സിറ്റി സർവീസ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ഗ്യാസ് കമ്പനിയുടെ 6 ഷെയറുകൾ മേടിക്കണം. 6 ഷെയറുകളുടെ അന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് ഇന്നത്തെ പൈസ ആയിട്ട് താരതമ്യപ്പെടുത്തി നോക്കുവാണെങ്കിൽ 2700 രൂപയോളമായിരുന്നു. പക്ഷേ പിന്നീട് സംഭവിച്ച കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ, ഈ ഷെയറിൽ നിന്ന് മാത്രമല്ല പല തരത്തിലുള്ള ബിസിനസ് ചെയ്തും അദ്ദേഹം ഒരു ലാൻഡ് മേടിക്കുകയാണ്, ഒരു ഏക്കർ കണക്കിന് വരുന്ന സ്ഥലം മേടിക്കുകയാണ്, അത് പാട്ടത്തിന് ഓടിക്കുകയാണ്. അങ്ങനെ പലതരം മാർഗങ്ങളിലൂടെ 16ാമത്തെ വയസ്സെത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് 37 ലക്ഷം രൂപയായി മാറുകയായിരുന്നു. ഫാക്ട് നമ്പർ 3, ഇദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് നെബ്രാസ്കയിൽ നിന്ന് ബാച്ചിലേഴ്സ് ഡിഗ്രി പാസ്സാക്കിയാണ്. അതിനുശേഷം മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർവാർഡ് ബിസിനസ് സ്കൂളിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ഹാർവാർഡ് എന്ന് പറയുന്നത് അറിയാം, ഏറ്റവും മികച്ച, ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണല്ലേ. പക്ഷേ ഹാർവാർഡിലേക്ക് മാസ്റ്റേഴ്സ് അപ്ലൈ ചെയ്ത് അവിടെ ഇന്റർവ്യൂ വരികയാണ്. പക്ഷേ അവർ പറഞ്ഞത് താങ്കൾക്ക് ഇവിടെ പഠിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാന്നും പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തിന് ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ കൊടുത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ ഇത് എടുത്തു പറയാതിരിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അങ്ങനെ അതിനുശേഷമാണ് ഇദ്ദേഹം കൊളംബിയ ബിസിനസ് സ്കൂളിലേക്ക് ഒരു അഡ്മിഷൻ നോക്കുന്നു. അങ്ങനെ അവിടെ കിട്ടിയാണ്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറുകയായിരുന്നു. വാറൻ ബഫറ്റിൻ്റെ ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റിയിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിത വിജയത്തെ പറ്റിയിട്ടും പഠിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഫിനാൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണല്ലേ. ഇപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് നമ്മൾ തീർച്ചയായിട്ടും എടുത്തിരിക്കേണ്ടതാണ്, കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലേ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ടേം ഇൻഷുറൻസ്. നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ഒന്നുമാണ്. നമ്മളില്ലെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഇത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. വലിയ പൈസ ഒന്നും അടയ്ക്കേണ്ട കാര്യമില്ല. മാസം 490 രൂപ മുതൽ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 കോടി രൂപ വരെ കവറേജ് കിട്ടുന്ന ടേം ഇൻഷുറൻസുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള പോളിസി ബസാറിന്റെ ലിങ്ക് വഴിയാണ് നിങ്ങൾ ടേം ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ ഇതിൽ നിന്ന് വീണ്ടും 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിൽ ഇന്ന ഇൻഷുറൻസ്, ഇന്ന കമ്പനിയുടെ ഇൻഷുറൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് 20ലധികം ഇൻഷുറൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. പോളിസി ആക്റ്റീവ് ആയിരിക്കുന്ന ടൈമിൽ പോളിസി ഹോൾഡർ മരണപ്പെട്ടാൽ സം അഷ്വേർഡ് അല്ലെങ്കിൽ ഡെത്ത് ബെനിഫിറ്റ് മാത്രം കിട്ടുന്നതല്ല ഈ ടേം ഇൻഷുറൻസുകൾ. മറിച്ച് ക്യാൻസർ പോലുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള അസുഖങ്ങൾ, അതുപോലെ ആക്സിഡന്റ് ബെനിഫിറ്റ്, ഇൻകം ബെനിഫിറ്റ് തുടങ്ങിയവയൊക്കെ തന്നെ നമുക്ക് ആഡ് ഓൺ ആയിട്ട് ഈ ഒരു ഇൻഷുറൻസിനൊപ്പം കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ 80C പ്രകാരമുള്ള ടാക്സ് ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും പോളിസി ബസാർ വഴി ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതോടൊപ്പം കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. എല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്കാൻ ശ്രമിക്കുക. 4ാമത്തത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ ഭൂരിഭാഗം പേരും ചിന്തിക്കുന്ന കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, വെറുതെ കുത്തിയിരിക്കാം, വെറുതെ മരണവും കാത്തു കിടക്കാമെന്നൊക്കെ
ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഭൂരിഭാഗം ഇടയിലും ഉള്ളതല്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇദ്ദേഹത്തിൻ്റെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 9 ലക്ഷം കോടി ഇന്ത്യൻ റുപ്യ എന്നല്ലേ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 94% വന്നത് ഇദ്ദേഹത്തിൻ്റെ 60 വയസ്സിന് ശേഷമാണ്. അപ്പോൾ 60 വയസ്സിന് മുമ്പ് ഇദ്ദേഹം തൻ്റെ നെറ്റ് വർത്തിലെ 6% മാത്രമായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. 60ാമത്തെ വയസ്സിന് ശേഷമാണ് ബാക്കി 94% നെറ്റ് വർത്തും ഇദ്ദേഹം ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ഇത് നമുക്ക് വലിയൊരു പ്രചോദനം കൂടെയാണ്. ഇപ്പോൾ നമ്മൾ 30 വയസ്സാകുമ്പോൾ തന്നെ പലരും പറയും, 30 വയസ്സായില്ല ഇനി എന്നെ കൊണ്ട് എന്ത് ചെയ്യാനെന്നല്ലേ. പക്ഷേ വാറൻ ബഫറ്റ് തൻ്റെ സമ്പാദ്യത്തിൻ്റെ 94% ഉണ്ടാക്കിയത് 60 വയസ്സിന് ശേഷമായിരുന്നു എന്ന് ഓർക്കുക. ഫാക്ട് നമ്പർ 5, ഒറാക്കിൾ ഓഫ് ഓമഹ. ഇദ്ദേഹത്തിൻ്റെ സ്ഥലത്തിൻ്റെ പേരാണ് ഓമഹ എന്നുള്ളത്. അവിടുത്തെ ഒരു വലിയ അത്ഭുതം എന്നാണ് ഇദ്ദേഹത്തെ വിളിക്കുന്നത്. കാരണം അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ് ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏതിലാണ്, ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് ക്ലോസ്ലി ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇദ്ദേഹം എടുക്കുന്ന ഷെയർ, ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ ഏറ്റവും മികച്ചതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജികൾ ഫോളോ ചെയ്യാനായിട്ട് ഭൂരിഭാഗം ഇൻവെസ്റ്റേഴ്സ്, അത് അവിടുത്തെ മാത്രമല്ല ലോകത്തിലെ എല്ലാ ഇൻവെസ്റ്റേഴ്സും ഇദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി, ഇദ്ദേഹം പറയുന്ന വാക്കുകൾ, ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ വരെ പോകാൻ സാധ്യതയുണ്ട്. അത്രത്തോളം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജീസ് പിൻപറ്റാനായിട്ട് ഒരുപാട് ആൾക്കാർ ശ്രമിക്കാറുണ്ട്. ഫാക്ട് നമ്പർ 6, സലാഡ് ഓയിൽ സ്കാൻഡൽ അഥവാ സലാഡ് ഓയിൽ തട്ടിപ്പ്. വർഷം 1960 ഒരു വെജിറ്റബിൾ ഓയിൽ നിർമ്മിക്കുന്ന ഒരു കമ്പനി രംഗത്ത് വരികയാണ്. അവർ ഈ ഓയിൽ നിർമ്മിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കപ്പലിൽ കയറ്റി അയക്കുന്ന രീതിയിലേക്കൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതല്ലേ. അങ്ങനെ കമ്പനിയുടെ ടെസ്റ്റുകളെല്ലാം പാസ്സാക്കിയാണ്. അവസാനത്തെ നിമിഷമാണ് ഈ ഒരു ടാങ്ക് ഇൻസ്പെക്ടേഴ്സ് പരിശോധിക്കാൻ വരുന്നത് അല്ലേ. അത് പരിശോധിച്ചപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്, ഈ ടാങ്കുകളെല്ലാം തന്നെ വെള്ളത്തിൽ ഒഴുകി നടക്കുന്നു. അതായത് ഈ ടാങ്കിൽ ഭൂരിഭാഗം നിറച്ചിരിക്കുന്നത് വെള്ളമാണ്, അതിൻ്റെ മുകളിൽ കുറച്ച് മാത്രമാണ് ഓയിൽ നിറച്ചിട്ടുള്ളതെന്ന് പറയുകയാണ്. അപ്പോൾ ഇതിൽ നഷ്ടം വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം 1200 കോടി ബില്യൺ റുപ്പിയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു തട്ടിപ്പായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഇതെങ്ങനെയാണ് വാറൻ ബഫറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് നോക്കുവാണെങ്കിൽ, ഈ സ്കാമിൻ്റെ ഒരു വലിയ വിക്ടിമായിരുന്നു അമേരിക്കൻ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു കമ്പനി. അമേരിക്കൻ എക്സ്പ്രസ്സിൽ 5%, 5% സ്റ്റേക്ക് ഉണ്ടായിരുന്നത് വാറൻ ബഫറ്റിനായിരുന്നു. അങ്ങനെ വാറൻ ബഫറ്റ് ഈ ഒരു കമ്പനിയോട് ആവശ്യപ്പെടുകയാണ്, ഈ ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് സംഭവിച്ച നഷ്ടങ്ങളെല്ലാം തന്നെ നിങ്ങൾ നികത്തണം, അല്ലെങ്കിൽ നിങ്ങളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്ന് പറഞ്ഞിട്ട് ബഫറ്റ് ഈ ഒരു കമ്പനിക്ക് അഡ്വൈസ് കൊടുക്കുകയാണ്. എന്തായാലും ആ ഒരു എല്ലാം ഒത്തുതീർപ്പാക്കിയാണ്. കാരണം ഒരു കമ്പനിക്ക്, ജനങ്ങൾക്കൊരു കമ്പനിയോടുള്ള ട്രസ്റ്റാണ് ഏറ്റവും വലിയ സംഭവമല്ല. അത് പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും കിട്ടാനും പോകുന്നില്ല. ഫാക്ട് നമ്പർ 7, വാറൻ ബഫറ്റിൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു അദ്ദേഹം ബെർക്ക്ഷയർ ഹാത്വേ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൈൽ കമ്പനി ഉണ്ടായിരുന്നു. ആ ഒരു കമ്പനി മേടിക്കുന്നത് അത് പൊട്ടിപ്പൊളിഞ്ഞ് നാമാവശേഷമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആദ്യം അദ്ദേഹം മേടിച്ചത് ആ കമ്പനിയുടെ കുറച്ച് ഷെയർസാണ്. പിന്നെ കമ്പനി ടോട്ടലായിട്ട് മേടിക്കുകയാണ്. അപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധമായി പോയി കമ്പനി എന്നാണ്. പക്ഷേ സംഭവിച്ച കാര്യം എന്താണെന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹം മേടിക്കുന്ന 1962 പിന്നീട് 1965 മുതൽ 75 വരെയുള്ള 10 വർഷ കാലയളവിനുള്ളിൽ ഈ ഒരു ഷെയറിൻ്റെ പ്രൈസ് കുതിച്ചത് ഏകദേശം 1400 രൂപയിൽ നിന്ന് 7400 രൂപയിലേക്കൊക്കെയാണ്. അപ്പോൾ അത്രയും വലിയൊരു പ്രോഫിറ്റാണ് ഇദ്ദേഹത്തിന് ഈ കമ്പനി ഉണ്ടാക്കിയത്. ഈ കമ്പനിയുടെ പേരാണ് പിന്നെ ഒരുപാട് പർച്ചേസുകളും ഷെയറിലും സ്റ്റോക്കിലൊക്കെ ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ബെർക്ക്ഷയർ ഹാത്വേ പർച്ചേസ് ചെയ്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു തലവരായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ഫാക്ട് നമ്പർ 8, വെൽ നോൺ ഫോർ ഇൻവെസ്റ്റ്മെന്റ്. ഇദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ ഇൻവെസ്റ്റേഴ്സും ഫോളോ ചെയ്യുന്നതാണ്. കാരണം ഇദ്ദേഹത്തിന് വലിയ കമ്പനിയെന്നോ ചെറിയ കമ്പനിയെന്നോ അങ്ങനെയൊന്നുമില്ല, ഡൗൺ ടു എർത്ത് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ രീതിയെ പറയുന്നത്. അതായത് ചെറിയ കമ്പനീസിലാണെങ്കിലും ഇദ്ദേഹം പൈസ നിക്ഷേപിക്കും, വലിയ കമ്പനീസിലാണെങ്കിലും ഇദ്ദേഹം നിക്ഷേപിക്കും. ഇദ്ദേഹത്തിന് ഫ്യൂച്ചറിലേക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന തരത്തിൽ ആ കമ്പനിയെ പറ്റി പഠിച്ച ശേഷം ഇദ്ദേഹം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതിന് ഇദ്ദേഹത്തിന് ഒരു മടിയില്ല. ഇപ്പോൾ ആപ്പിൾ തുടങ്ങി കൊക്കക്കോള, മറ്റ് ഒരുപാട് ചെറിയ ചെറിയ ടെക്സ്റ്റൈൽ കമ്പനീസ്, അങ്ങനെ എല്ലാത്തരം മേഖലകളിലും ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ബെർക്ക്ഷയർ ഹാത്വേയുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത് കൊക്കക്കോളയിലാണ്. കൊക്കക്കോളയെ വിട്ട് വാറൻ ബഫറ്റിൻ്റെ കളിയില്ല. കാരണം ചെറുപ്പകാലം മുതൽ അദ്ദേഹത്തിന് ആദ്യത്തെ സമ്പാദ്യം കൊടുത്തത് കൊക്കക്കോളയാണല്ലോ. അപ്പോൾ ബെർക്ക്ഷയർ ഹാത്വേയുടെ ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്നും ഉള്ളത് കൊക്കക്കോളയിൽ തന്നെയാണ്. ഫാക്ട് നമ്പർ 8, ഇദ്ദേഹത്തിന് പബ്ലിക് സ്പീക്കിംഗ് നടത്താനായിട്ട്, അല്ലെങ്കിൽ ഒരു ജനങ്ങളുടെ മുമ്പിൽ, ഒരു കൂട്ടാൾക്കാരുടെ മുമ്പിൽ സംസാരിക്കാനായിട്ട് വളരെ ഭയമായിരുന്നു. ഒരു സ്റ്റേജ് ഫിയർ എന്നൊക്കെ പറയത്തില്ല, അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത്. പക്ഷേ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് അത് പറ്റില്ല. കാരണം ഇദ്ദേഹം വളർന്നു വരുന്ന ഒരു ഓൺട്രപ്രൂണറാണ്. ഇദ്ദേഹത്തിന് 18 വയസ്സിലൊക്കെ സംഭവിച്ച കാര്യമാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ പക്ഷേ അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് സംസാരിക്കുക, ആൾക്കാരോട് ബിസിനസ് പ്ലാൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക, സ്ട്രാറ്റജീസ് എക്സ്പ്ലെയിൻ ചെയ്യുക. അത് അനിവാര്യമായിട്ടുള്ള ഒന്നാണല്ലോ. പക്ഷേ ഇദ്ദേഹത്തിന് അത് ഒട്ടും വശമില്ലാത്ത കാരണം ഇദ്ദേഹം ചെയ്ത കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പബ്ലിക് സ്പീക്കിംഗ് കോഴ്സിന് പോയിട്ട് ജോയിൻ ചെയ്യണം. അതായത് പ്രസംഗ കല പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സിന് പോയി ജോയിൻ ചെയ്യണം. അതിന് ഏകദേശം 7000 രൂപയോളം അദ്ദേഹം സ്പെൻഡ് ചെയ്യുകയാണ്. പക്ഷേ അതൊക്കെ അദ്ദേഹം എടുത്തിട്ടുള്ള അദ്ദേഹത്തിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാണല്ലോ. പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ് അദ്ദേഹം ഒരുപാട് നടത്തുകയാണ്. അത് ചെയ്ത് വളരെ നല്ല കാര്യമാണ്. പിന്നീട് ഒരുപാട് ആൾക്കാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനും അവരുടെ മുമ്പിൽ പല പ്രസന്റേഷൻ നടത്താനൊക്കെ അദ്ദേഹത്തിന് കേപ്പബിൾ ആയിട്ട് മാറുകയാണ്. ഒരുപക്ഷെ അതിനെ ചേർന്നിട്ടുണ്ടായില്ലായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന വാറൻ ബഫറ്റിനെ നമുക്ക് കാണാൻ സാധിക്കത്തില്ലായിരുന്നു. കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ കയ്യിലുണ്ട്, അത്ര ഒരു മനുഷ്യനായിരുന്നു. വലിയൊരു ബിസിനസ് ടൈക്കൂണായിട്ട് മാറുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ടാകത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറിയ കാര്യങ്ങൾ പോലും, നമുക്ക് ജീവിതത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ആ കഴിവില്ലെങ്കിൽ അത് നേടാൻ ശ്രമിക്കുക, അത് പരിഹരിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് വാറൻ ബഫറ്റിൻ്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫാക്ട് നമ്പർ 10 വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത്
ലോകത്തിലെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് വാറൻ ബഫറ്റ് അല്ലേ. അപ്പോൾ വാറൻ ബഫറ്റിൻ്റെ കൂടെ ഒരു ലഞ്ചിന് ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ എത്ര കോടി രൂപ മുടക്കാനും തയ്യാറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പദ്ധതി തന്നെ വെച്ചിട്ടുണ്ട്, ഒരു ലേലം വിളി പോലത്തെ ഒരു പദ്ധതി തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലേലം വിളിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ലഞ്ച് വിത്ത് വാറൻ ബഫറ്റ് എന്നുള്ളതാണ് പ്രോഗ്രാം അല്ലേ. അപ്പോൾ ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ലേലത്തിൽ പൈസ, ആ ലേലത്തിൽ 1ാം സ്ഥാനം വിളിച്ചെടുക്കുന്ന ആൾക്ക് വാറൻ ബഫറ്റിൻ്റെ കൂടെ ഒരു ലഞ്ച് കഴിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ പണ്ട് നമ്മുടെ ട്രോൺ എന്ന് പറയുന്ന TRX എന്ന് പറയുന്ന ക്രിപ്റ്റോ ഉണ്ടല്ലോ, അതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ജസ്റ്റിൻ സൺ വിളിച്ച് ജയിച്ച ലേലം എത്ര രൂപയ്ക്കാണെന്ന് അറിയാമോ? 33 കോടി രൂപ. എന്നാലോചിച്ച് നോക്കിയേ, വാറൻ ബഫറ്റിൻ്റെ കൂടെ ഒരു ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെലവഴിച്ചത് 33 കോടി രൂപയാണ്. ഈ പൈസ വാറൻ ബഫറ്റ് എടുക്കുക എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ തെറ്റി കേട്ടോ. അദ്ദേഹം അങ്ങനെയല്ല, അദ്ദേഹം ഒരുപാട് പൈസ ചാരിറ്റിക്ക് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്, ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ചാരിറ്റിക്ക് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പൈസ എല്ലാം തന്നെ പോകുന്നത് ചാരിറ്റി പർപ്പസിനാണ്, അതിനുവേണ്ടി നടത്തുന്ന ഒരു പരിപാടിയാണ്, അല്ലാതെ അദ്ദേഹത്തിന് പൈസ ഉണ്ടാക്കിയിട്ട് സൂഹിക്കാനല്ല. അപ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. ഫാക്ട് നമ്പർ 11, നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകനായിട്ടുള്ള ബിൽഗേറ്റ്സ് ഇല്ലേ, ബിൽഗേറ്റ്സ് ഇദ്ദേഹമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. പക്ഷേ ബന്ധം തുടങ്ങിയത് ഒരു കാണാൻ താല്പര്യമില്ലാത്ത അവസ്ഥയിൽ നിന്നുമായിരുന്നു. അതായത് ബിൽഗേറ്റ്സിൻ്റെ അമ്മയാണ് ബിൽഗേറ്റ്സിനോട് പറയുന്നത് വാറൻ ബഫറ്റിൽ നിന്ന് പോയി കാണാം. അപ്പോൾ ബിൽഗേറ്റ്സ് പറഞ്ഞു, അമ്മ ഒരു 2 മണിക്കൂറൊക്കെ വരെ എനിക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ അയാളോട് വലിയ സംസാരിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല എന്നൊരു ടോണിൽ അത്ര ഒരു മടുപ്പോടുകൂടി സംസാരിക്കുകയാണല്ലേ. പക്ഷേ ഇദ്ദേഹത്തെ കണ്ട് സംസാരിച്ച് കഴിയുമ്പോഴേക്കും രണ്ടുപേരും തമ്മിൽ ഭയങ്കര സുഹൃത്തുക്കളാകുകയാണ്. ആ ഒരു സൗഹൃദ ബന്ധം 25 വർഷമായിട്ട് ഇന്നും തുടരുകയാണ്. ഇവർ തങ്ങളുടെ വിശ്രമവേളയിൽ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു കാർഡ് ഗെയിം കളിക്കാറുണ്ട്. ഒരാഴ്ചയിൽ 12 മണിക്കൂറോളം ഇവർ ആ ഗെയിം കളിക്കുമെന്നൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന കണക്ക്. അപ്പോൾ എന്തായാലും രണ്ടുപേരും വലിയൊരു സുഹൃത്തുക്കൾ തന്നെയാണ്. ഫാക്ട് നമ്പർ 12, ബഫറ്റിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മെന്റേഴ്സ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ നയിച്ച അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അദ്ദേഹം തൻ്റെ ഇൻ്റർവ്യൂസിലും അല്ലെങ്കിൽ എവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പേരൊന്നും അനുസ്മരിക്കാതെ പോകാറില്ല. ആ ഒരു ഗുരുഭക്തി എന്നും ഇദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ കൊളംബിയ ബിസിനസ് സ്കൂളിൽ ചെന്നപ്പോഴേക്കും അവിടെ ബെഞ്ചമിൻ ഗ്രാം എന്ന് പറയുന്ന വലിയൊരു ഇൻവെസ്റ്റർ ആയിരുന്നു ഇദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പഠിപ്പിച്ച മാത്രമല്ല വാറൻ ബഫറ്റിൻ്റെ മെൻറ്ററായിട്ട് മാറുകയാണ്, അദ്ദേഹത്തിന് അഡ്വൈസ് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ബെഞ്ചമിൻ ഗ്രാം ഇദ്ദേഹത്തിന് ഒരു ജോലി കൊടുക്കുകയാണ്. അവിടുന്നാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നത്. ഫാക്ട് നമ്പർ 13, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പൈസയൊക്കെ സമ്പാദിച്ച് ഇദ്ദേഹം തന്നെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത്, മറിച്ച് ഇദ്ദേഹം കോടിക്കണക്കിന് രൂപ, അത് നമുക്ക് എണ്ണി തീർക്കാൻ പറ്റാത്തത്ര രൂപ ചാരിറ്റിയിലേക്ക് ഡൊണേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു കമ്പനിക്ക് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നത് 2 ലക്ഷം കോടി രൂപയായിരുന്നു. മറ്റ് ചില ഫാമിലി ചാരിറ്റിയിലേക്ക് കൊടുത്തത് $750 മില്യൺ ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രധാന ചാരിറ്റി ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് ബിൽഗേറ്റ്സിൻ്റെ ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ബാക്കിയുള്ള എല്ലാ പീപ്പിൾസിനെ പണക്കാരെ പോലെ അല്ല, അല്ലെങ്കിൽ കോടികൾ ഉണ്ടാക്കി ഇങ്ങനെ സൂഹിക്കണം എന്ന് വിചാരിക്കുന്ന ആളല്ല. ഒരുപാട് കുട്ടികൾക്ക് ഇദ്ദേഹം കാരണം നല്ലൊരു ജീവിതം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേഷ്യൻസിന്, അസുഖങ്ങൾ ബാധിച്ച് ബുദ്ധിമുട്ടുന്നവർക്ക് ഇദ്ദേഹം കാരണം പുനർജീവൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വലിയൊരു മനുഷ്യൻ തന്നെയാണ് നമ്മുടെ വാറൻ ബഫറ്റ് എന്നുള്ളത്. ഫാക്ട് നമ്പർ 14, നമ്മുടെ അവസാനത്തെ ഫാക്റ്റാണ്. ഇദ്ദേഹത്തിന് അമേരിക്കയിലെ ഏറ്റവും പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ദ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2011 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ബറാക്ക് ഒബാമയായിരുന്നു ഇദ്ദേഹത്തിന് ആ ഒരു അവാർഡ് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിനൊക്കെ സമ്മാനിച്ചില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ആ ഒരു അവാർഡ് കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് വാറൻ ബഫറ്റിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഫാക്റ്റുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇദ്ദേഹത്തെ പറ്റിയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഈ ഫാക്റ്റിൽ നിന്നല്ല, എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ നമ്മൾ പിന്തുടരണം, ഇദ്ദേഹത്തെ പറ്റിയിട്ടുള്ള അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാൻ ശ്രമിക്കാം. എന്തായാലും ടൈം ഇൻഷുറൻസിൻ്റെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ, പോളിസി ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് പോളിസി ഹോൾഡർ മരണപ്പെട്ടാൽ സം അഷ്വേർഡ് നോമിനിക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം എത്ര ചെറുപ്രായത്തിൽ എടുക്കുന്നോ അത്രയും കുറഞ്ഞ പ്രീമിയം മന്ത്ലി അടച്ചാൽ മതി. പ്രായം കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ പ്രീമിയം കൂടുന്നതായിരിക്കും. അതായത് എത്രയും പെട്ടെന്ന് എടുക്കുന്നോ അത്രയും കുറഞ്ഞ പ്രീമിയം മാത്രം നമ്മൾ അടച്ചാൽ മതിയാവും. ബാധ്യതയുള്ളവർക്കും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ പ്രധാന വരുമാന മാർഗ്ഗമായിട്ടുള്ളവർക്കൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. കാരണം അവരുടെ അഭാവത്തിലും കുടുംബക്കാർക്ക് ആരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെയാണ് ടൈം ഇൻഷുറൻസിനെ മസ്റ്റ് ഹാവ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പോളിസി ബസാർ ത്രൂ ആണ് എടുക്കുന്നതെങ്കിൽ ഡോക്യുമെൻറ്റേഷനും അതിൻ്റെ ക്ലെയിമിനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഡയറക്റ്റ് അസിസ്റ്റൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ ഒരു ഏജൻറ്റ് നിങ്ങളുടെ വീട്ടിലടക്കം വന്ന് ഈ ഒരു കാര്യങ്ങൾ ചെയ്തു തരുന്നതുമായിരിക്കും. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്പേസ് മോഡൽ പോലീസ് സൈനിങ് ഔട്ട്.